പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് അടൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. പര്യടനത്തിൽ ഉടനീളം വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. പത്തനംതിട്ട ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് അടൂരിൽ ഇന്നും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വഴിനീളെ ആളുകൾ കാത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തൊട്ടുമുമ്പത്തെ പോയിന്റിൽ കോൺഗ്രസിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു. അതെ, മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു, ഇനി ഇത്തവണ LDF-നോടൊപ്പം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് എല്ലാ ദിവസവും. അതൊരു മാറ്റമാണ് കേട്ടോ. കഴിഞ്ഞ തവണ BJP-യോടൊപ്പം നിന്നവരും അതൊത്തിരിയുണ്ട്. ചില്ലറക്കാരൊന്നുമല്ല, വലിയ വലിയ ആളുകൾ. ഒരു പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ വരില്ല, പക്ഷേ ഇത്തവണ വോട്ട് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു വരുന്നവർ. ഇന്നലെ ഹൈക്കോടതിയിൽ വീണ്ടും ED ചെല്ലുകയും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിലപ്പുറം ഒരു തിരിച്ചടി EDക്ക് കിട്ടാനില്ല. അവരുടെ പരിപാടി എന്തായാലും വെച്ചാൽ കോടതി വിധിക്കുമെന്നുള്ളതായിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഇവരുടെ അപ്പീൽ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ അതുമായിട്ട് സുപ്രീം കോടതി പോകാനായിരുന്നു എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതി പോയാൽ അവർക്ക് ഈ ഫൈറ്റൊക്കെ നേരിട്ട് മൂലം അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഒരു വിധി മേടിച്ച് തിരഞ്ഞെടുപ്പൊന്നും ബാധകമല്ല, ഇങ്ങനെ ED വിളിച്ചാൽ പോകണം എന്നും പറഞ്ഞു വല്ല വിധി മേടിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ പണി ഒപ്പിച്ചത്. അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞേ, 22-ാം തീയതി ഞാൻ കൊടുത്ത ഒറിജിനൽ പെറ്റീഷനിൽ വിധി പറയാം. ഞാൻ പറഞ്ഞത് എന്നെ വിളിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇതിൻ്റെ ഫണ്ട് വിനിയോഗമായിട്ട് മന്ത്രിമാർക്കോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കൊന്നും യാതൊരു ബന്ധവുമില്ല. അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നും എനിക്ക് പറയാനില്ല. വിളിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബി പറഞ്ഞു ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി എന്ത് വേണമെങ്കിലും ഞങ്ങൾ പറയാം എന്ന് മാത്രമല്ല, കിഫ്ബിയുടെ CEO KM എബ്രഹാം നീണ്ടൊരു അഫിഡവിറ്റ് കൊടുത്തു. ഇങ്ങനെ മന്ത്രിമാരും ബാക്കിയുള്ളവരും ഇടപെട്ടാണ് ഫണ്ട് വിനിയോഗത്തിൽ ഇടപെടുന്നു എന്നുള്ളത് കിഫ്ബിയുടെ പ്രൊഫഷണലിസത്തിന് ഒരു മാനഹാനിയാണ് ഈ കമ്പനിക്ക്. അതുകൊണ്ട് ഇത് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. എന്തുണ്ടെങ്കിലും ഉത്തരവാദിത്വം ഞങ്ങളേറ്റു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തിനാ വിളിപ്പിക്കണേ? അപ്പോൾ അത് മെറിറ്റിൽ ഞങ്ങൾ 22-ാം തീയതി പറയാം. അതിനിടക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കയറി വിളിക്കുന്നു. ഇനിയും സമൻസ് അയക്കണ്ട. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തെരഞ്ഞെടുപ്പിനെ കോടതി മാനിക്കുന്നു, ED അതിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ. അതെ, മാനിക്കുക മാത്രമല്ല, അതിൻ്റെ പേരിൽ ഇപ്പോൾ തൽക്കാലം സമൻസ് ഒന്നും അയക്കണ്ട. അപ്പോൾ അത് മറികടക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോണത്. ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഹാജരാകുന്നതല്ലേ, ഇന്ന ദിവസം ഹാജരായിക്കോ എന്ന് പറയാം. ഇനി അല്ല എന്ന് വിധിച്ചാൽ സുപ്രീം കോടതിയിൽ പോവാം. ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു? ഇത് 22-ാം തീയതിയിലേക്ക് വെച്ചു, അല്ല മെയ് 7-ാം തീയതിയിലേക്ക് വെച്ചു, മാറ്റിവെച്ചു. ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി പോകാൻ പറ്റില്ല. ഇതുപോലൊരു അക്കടി ഇടിക്കില്ല, പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവനും ED നാട്ടുകാരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം ED-നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പത്തനംതിട്ടക്കാർ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. തൊട്ടു പിന്നിൽ ഡെപ്യൂട്ടി സ്പീക്കറുണ്ടായി. ഈ ED ഒക്കെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കളി കളിക്കുമ്പോൾ പത്തനംതിട്ടയിലെ ജനത ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ ഏറ്റെടുത്തു എന്ന് കരുതാമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം പത്തനംതിട്ടയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആളാണ്. പത്തനംതിട്ടയിൽ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ തന്നെ 140 അസംബ്ലി മണ്ഡലത്തിലെയും സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആളാണ്. 62 ലക്ഷം ആളുകളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മഹത് വ്യക്തിയാണ് തോമസ് ഐസക്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ED അല്ല, ഏത് ഏജൻസി വന്നാലും അതിനെയെല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നിലുണ്ടാവും. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിനുള്ളത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനോടൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.